കേരളം വിവിധ മേഖലകളിൽ കൈവരിച്ച പുരോഗതി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഫലപ്രദമായി ശാക്തീകരിക്കുന്നതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ നൽകിയ സന്ദേശത്തിലാണ് അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് ഒരുക്കാനുള്ള കേരളത്തിന്റെ നടപടി പ്രചോദനകരമാണ്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. It is with a sense of great joy and accomplishment that we, the people of India, celebrate our 72nd Republic Day today. Our journey from the 71st to the 72nd Republic Day, barring a few weeks, has been grueling and challenging. However, Indian resilience, determination, and ingenuity enabled us to sail ahead as a stronger nation to the uncharted waters of the new normal. COVID-appropriate behavior may have required us to scale down the exhibition of celebrations, but our zeal and spirit are no lesser than any year ever before. Today we celebrate the memory of that proud moment in 1950 when our beloved nation became a republic by giving unto ourselves our holy book of democracy, which promises all citizens justice, equality, liberty, fraternity, and dignity. India's journey so far has been marked by concerted endeavors enabling every citizen to accomplish and enjoy the promises of our Constitution and to realize the goals listed in the directive principles. Our trust in the lofty ideals and invincibility of democracy is unwavering. It reflects our profound respect for the known and unknown heroes whose blood, sweat, and toil won for us the spring of freedom, the dignity and pride in being Indian that we enjoy today. As we celebrate our Republic Day, a pageantry of our achievements fills our minds. Alongside our gains, we concede the havoc wreaked by the COVID-19 pandemic, which redefined our lives and lifestyles. India's apt response to the pandemic was marked by a timely action to restore the economic growth with self-confidence and national resolve. Together we endured lockdowns and restrictions, confidently seeking opportunity in adversity. വിവിധ വിഭാഗങ്ങൾ പങ്കെടുത്ത പരേഡിൽ ഗവർണർ അഭിവാദ്യം സ്വീകരിച്ചു.
സായുധ സേന, പോലീസ്, അർദ്ധസൈനിക വിഭാഗം, NCC തുടങ്ങിയ വിഭാഗങ്ങളാണ് പരേഡിൽ പങ്കെടുത്തത്. അവസാനമായി പരേഡിലെ ബാൻഡ് വിഭാഗങ്ങൾ ദേശീയ ഗാനം അവതരിപ്പിക്കുമ്പോൾ ഗ്രൗണ്ടിലുള്ള എല്ലാവരും ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റിപ്പബ്ലിക് ദിനത്തിന്റെ ജില്ലാതല പരിപാടികളിൽ മന്ത്രിമാരാണ് പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചത്. കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ രാജു ദേശീയ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തു. ആലപ്പുഴയിൽ മന്ത്രി ജി സുധാകരൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിലാണ് ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടന്നത്. മന്ത്രി പി തിലോത്തമൻ ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. ഇടുക്കി പൈനാവ് AR ക്യാമ്പ് ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മന്ത്രി MM മണി പതാക ഉയർത്തി സന്ദേശം നൽകി. തുടർന്ന് വിവിധ വിഭാഗങ്ങളുടെ പരേഡിൽ അദ്ദേഹം അഭിവാദ്യം സ്വീകരിച്ചു. എറണാകുളം ജില്ലാ ആസ്ഥാനത്ത് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി AC മൊയ്തീൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ മന്ത്രി VS സുനിൽകുമാർ ദേശീയ പതാക ഉയർത്തി. പാലക്കാട് കോട്ട മൈതാനത്ത് നടന്ന പരേഡിൽ മന്ത്രി K കൃഷ്ണൻകുട്ടി പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. മലപ്പുറം MSP പോലീസ് ഗ്രൗണ്ടിൽ മന്ത്രി KT ജലീൽ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ പങ്കെടുത്ത് അഭിവാദ്യം സ്വീകരിച്ചു.
കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാപ്റ്റൻ വിക്രം മൈതാനിയിൽ മന്ത്രി TP രാമകൃഷ്ണനാണ് ദേശീയ പതാക ഉയർത്തിയത്. വയനാട് SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. കണ്ണൂരിൽ മന്ത്രി EP ജയരാജൻ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തു. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ മന്ത്രി E ചന്ദ്രശേഖരനാണ് ദേശീയ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തത്. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലും 72ാം റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു. തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ അഡ്വൈസർ ടു അഡ്മിനിസ്ട്രേറ്റർ അൻബരസു ദേശീയ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തു. സംസ്ഥാനത്തെ വിവിധ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിലും യുദ്ധസ്മാരകങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടന്നു. തിരുവനന്തപുരം പാളയം യുദ്ധസ്മാരകത്തിൽ എക്സ് സർവീസ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KV വാസുദേവൻ പുഷ്പചക്രം സമർപ്പിച്ചു. വനം വകുപ്പ് ആസ്ഥാനത്ത് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ സുരേന്ദ്രകുമാർ പതാക ഉയർത്തി. കേരള ഹൈക്കോടതിയിൽ നടന്ന ആഘോഷത്തിൽ ചീഫ് ജസ്റ്റിസ് S മണികുമാർ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ നടന്ന പരേഡിൽ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ AK ചൗള പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കൊച്ചി പോർട്ട് ട്രസ്റ്റിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ ചെയർപേഴ്സൺ ഡോക്ടർ M ബീന പതാക ഉയർത്തി. CISF കണ്ടിജന്റിന്റെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം പാലക്കാട് ഡിവിഷൻ ഓഫീസുകളിലും റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ നടന്നു. തിരുവനന്തപുരത്ത് നടന്ന ആഘോഷങ്ങളിൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ R മുകുന്ദ് പതാക ഉയർത്തി. തിരുവനന്തപുരത്ത് നടന്ന ആഘോഷങ്ങളിൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ R മുകുന്ദ് പതാക ഉയർത്തി. മറ്റ് ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളും സന്നിഹിതരായിരുന്നു. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ റെയിൽവേ കോളനി ഗ്രൗണ്ടിലാണ് നടന്നത്. റെയിൽവേ ഡിവിഷണൽ മാനേജർ ത്രിലോക് കോത്താരി ദേശീയ പതാക ഉയർത്തി. ദൂരദർശന്റെ തിരുവനന്തപുരം, കോഴിക്കോട്, തൃശൂർ കേന്ദ്രങ്ങളിലും റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ നടന്നു. തിരുവനന്തപുരം കേന്ദ്രത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ S സഞ്ജീവ് ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. പ്രോഗ്രാം വിഭാഗം മേധാവി ബൈജു ചന്ദ്രൻ, വാർത്താ വിഭാഗം മേധാവി അജയ് ജോയ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. Followed all the COVID-19 protocols and we are standing tall, survivors first. This is the 72nd Republic Day celebrations the nation is celebrating, we are celebrating. First of all, we stand tall as survivors. Many world leaders have told the 2000 year, 20 year your target should be to survive. We have survived and our country had proved much better than surviving, and our pharma sector has come out with 2 separate internationally acclaimed vaccines, approved vaccines, which are being exported to many countries on price, as well as majority of the countries, especially neighbors, on free basis, supporting our nation's interest of carrying the world along with us, the principle of Vasudhaiva Kudumbakam. So we will support the struggle of the nation, and with that we end it. Jai Hind. Thank you all. നമ്മുടെ രാജ്യമാണ് ചുറ്റുപാടുമുള്ള നമ്മുടെ സഹോദര രാഷ്ട്രങ്ങൾക്ക് അവരുടെ ഒരു മൃതസഞ്ജീവനി എന്ന വണ്ണം കോവിഡ് വാക്സിൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു രാജ്യം എന്ന രീതിയിൽ ആലോചിക്കുമ്പോൾ എത്രമാത്രം നമ്മളൊക്കെ അഭിമാനിക്കാം.
ബ്രസീലിയൻ പ്രസിഡൻറ്റ് ഇന്ത്യക്ക് നന്ദി പറഞ്ഞുകൊണ്ടൊരു ട്വീറ്റ് ചെയ്തിരുന്നു. അത് വളരെ രസകരമായ ഒന്നാണ്. അതിലൊരു ഒരു ഒരു പിക്ചർ കൂടി ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ബൊൾസനാറോ ട്വീറ്റ് ചെയ്തത്. അതിലൊരു ഹനുമാൻ്റെ പടമാണ് അതിൽ വെച്ചിരിക്കുന്നത്. ഹനുമാൻ സഞ്ജീവനിയുമായി വരികയാണ്, സഞ്ജീവനിക്ക് പകരം കോവിഡ് വാക്സിൻ. ഇങ്ങനൊരു അപ്പോൾ ആഗോളതലത്തിൽ തന്നെ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലുള്ളവർ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. നമ്മൾ നമ്മുടെ ചരിത്രപരമായ ദൗത്യം നിർവഹിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഉടനീളം പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇന്ന് രാവിലെ ഗവർണർ അദ്ദേഹവും തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച ആത്മനിർഭരത എന്ന ആശയത്തിൽ നമ്മളെല്ലാവരും മുന്നോട്ട് പോവുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിന ആശംസകൾ. കോഴിക്കോട് ദൂരദർശൻ കേന്ദ്രത്തിൽ അഡീഷണൽ ഡയറക്ടർ എഞ്ചിനീയറിംഗ് വിനയൻ പതാക ഉയർത്തി. ദൂരദർശൻ ജീവനക്കാരും കുടുംബാംഗങ്ങളും സന്നിഹിതരായിരുന്നു. അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഭാരതം വളരെ നല്ല ഒരു പൊസിഷനിലൂടെ എത്തിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ തന്നെ വാക്സിൻ നിർമ്മാതാക്കളായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. തൃശൂർ ദൂരദർശൻ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ എഞ്ചിനീയറിംഗ് ദേവദാസ് പതാക ഉയർത്തി. പ്രോഗ്രാം വിഭാഗ മേധാവി TN ലത, പ്രോഗ്രാം എക്സിക്യൂട്ടീവ് K ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. ജീവനക്കാരും കുടുംബാംഗങ്ങളും ചടങ്ങിന് സാക്ഷിയായി. രാജ്യം 72ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ എല്ലാവർക്കും എൻ്റെ ഹാർദമായ റിപ്പബ്ലിക് ദിന ആശംസകൾ. നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം കാത്തുസൂക്ഷിക്കുന്ന നമ്മുടെ സൈനികരെ നമുക്ക് ഈ അവസരത്തിൽ ആദരവോടെ സ്മരിക്കാം. ജയ് ഹിന്ദ്. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. എല്ലാവർക്കും എൻ്റെ ഹാർദമായ റിപ്പബ്ലിക് ദിന ആശംസകൾ. എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. മലങ്കര കത്തോലിക്ക സഭയുടെ തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ കീഴിലുള്ള അഞ്ചൽ സെന്റ് ജോൺ സ്കൂളിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷം ശ്രദ്ധേയമായി. 72 അധ്യാപികമാർ ഹിമാചൽ പ്രദേശിന്റെ തനത് നൃത്തരൂപം അവതരിപ്പിച്ചുകൊണ്ടാണ് ആഘോഷ ചടങ്ങുകൾ അവിസ്മരണീയമാക്കിയത്. സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ ബോവസ് മാത്യു, വൈസ് ചെയർമാൻ KM മാത്യു, പ്രിൻസിപ്പൽ സൂസൻ മാത്യു എന്നിവർ സന്നിഹിതരായിരുന്നു.